നിങ്ങളിൽ വാപ്പമാര് മരണപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളിൽ ഉമ്മമാര് മരണപ്പെട്ട് ഖബറുകളിൽ ഏകാന്തമായി കഴിയുന്നുണ്ടോ? ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയ വാപ്പാനെ ഓർക്കാറുണ്ടോ? മരണപ്പെട്ടു പോയ ഉമ്മാനെ സ്മരിക്കാറുണ്ടോ? എത്രയോ പള്ളിയുടെ ഖബർസ്ഥാനുകളുടെ ചാരത്ത് ചെന്ന് നിങ്ങൾ കാതോർത്ത് നോക്കുക. മീസാൻ കല്ലുകളിൽ നിന്നും വിളിയാളമുയരുന്നുണ്ട്. എന്റെ മക്കൾ ഞാനുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവർ സുൽത്താന്മാരായി വാഴുന്നത്. ഞാനുണ്ടാക്കിയ എസ്റ്റേറ്റിൽ നിന്ന് അവനിപ്പോ വരുമാനം വെച്ച് ജീവിക്കുന്നത്. ഞാനുണ്ടാക്കിയ വീടാ, ഞാനുണ്ടാക്കിയ സമ്പത്താ, ഞാനുണ്ടാക്കിയതാണെല്ലാം അവനും അവന്റെ വൈഫും അവന്റെ മക്കളും അവന്റെ ഫാമിലിയും സുഖസമൃദ്ധമായി ജീവിക്കുന്ന ആ പള്ളിക്കാട്ടിലെ ഖബറിന്റെ ഏകാന്തതയിൽ കിടന്ന പിതാവിന്റെ ആത്മാവ് വിലപിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാത്ത മകനെ, എനിക്ക് വേണ്ടി ഒരു യാസീൻ ഓതാത്ത മകളെ. എത്രയോ പിതാക്കളുടെ ആത്മാവുകൾ പള്ളിയുടെ ഖബർസ്ഥാനുകളിൽ കിടന്ന് ആത്മവിലാപം നടത്തുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മുമ്പുള്ള കാലങ്ങളിലെല്ലാം മഗ്‌രിബാകുന്ന നേരത്തെ നമ്മുടെ ഉമ്മമാർ യാസീൻ ഓതിയിരുന്നു. മരണപ്പെട്ടുപോയ വാപ്പാന്റെ ഖബറിടത്തിലേക്ക് അത് ഹദിയ ചെയ്തിരുന്നു. മുമ്പുള്ള കാലത്ത് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കൾ സ്വലാത്ത് സലാമുകൾ ചൊല്ലിയിരുന്നു. മരണപ്പെട്ടുപോയ ഉമ്മാമാന്റെ ഖബറിലേക്ക് അത് ഹദിയ ചെയ്ത് ദുആയിരന്നിരുന്നു. എന്നാരാണ് മരണപ്പെട്ടുപോയ വാപ്പാനെ ഓർക്കുന്നതാരാണ്? മരണപ്പെട്ടുപോയ ഉമ്മാനെ ഓർക്കുന്നതാരാണ്? ഒരു ഖബറാളിയുടെ അവസ്ഥ എന്താ? വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്നവനെ പോലെയാണ്. വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന മനുഷ്യന് രക്ഷപ്പെടാൻ നേരത്തൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അവൻ അതല്ലേ ഏറ്റവും നല്ലത്. അതുപോലെയാണ് ഖബറാളി. ഖബറിൽ കിടന്ന് ദാഹിക്കുകയാണ്. എന്റെ മകനൊരു ഹദിയ ചെയ്തെങ്കിൽ എന്റെ പേരിൽ, എന്റെ മകനൊരു ഫാത്തിഹ ഓതിയെങ്കിൽ എന്റെ പേരിൽ, എന്റെ മകളൊരു യാസീൻ ഓതി എനിക്ക് ഹദിയ ചെയ്തിരുന്നെങ്കിലെന്ന് ആ പ്രിയപ്പെട്ട മാതാവും പിതാവും ഖബറുകളിൽ കിടന്ന് തേങ്ങലോട് ആത്മനാദങ്ങൾ ഉയർത്തുകയാണ്. കണ്ടില്ലേ നിങ്ങൾക്ക് മഹാനായ ഒരു മനുഷ്യൻ? ആരാണത്? ഉസ്മാൻ ഇബ്നു സൗദത്ത് തവാഫി എന്ന പണ്ഡിതനാണ്. അവിടുന്നതാ തന്റെ പ്രിയപ്പെട്ട മാതാവ് റാഹിബ ബീബി റളിയല്ലാഹു അൻഹാ അങ്ങ് മരണപ്പെട്ടു പോയി. നല്ല ആബിദത്തായ ഉമ്മയാ, നല്ല സ്വാലിഹത്തായ ഉമ്മയാണ്. ഈ മകനൊരു പതിവുണ്ട്, ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് എല്ലാ വെള്ളിയാഴ്ചയും പോയി സിയാറത്ത് ചെയ്യുന്ന പതിവ് ഈ മകനുണ്ട്. ഒരു ദിവസം ഈ മകൻ ഉമ്മാനെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്. എന്താണ് ഉമ്മ, സുഖമല്ലയോ? സന്തോഷം തന്നെയല്ലയോ? മോനെ ഉസ്മാനെ, ഉമ്മാക്ക് സുഖമാടാ, ഉമ്മാക്ക് സന്തോഷമാടാ. ഒരു വസിയത്ത് എന്റെ മോനോടുമ്മ പറയട്ടെ, ഉമ്മാക്ക് നൽകാനുള്ള വസിയത്ത് എന്താണ് ഉമ്മ? ആ സമയത്തുമ്മ പറയുകയാണ്, മോനെ എന്റെ ഖബറിന്റെ ചാരത്ത്, എന്റെ ഖബറിന്റെ ഓരത്ത് എല്ലാ വെള്ളിയാഴ്ചയും എന്റെ കുഞ്ഞുമോൻ വന്നിട്ട് എനിക്ക് വേണ്ടി ദുആയിരക്കുന്നൊരു പതിവുണ്ടല്ലോ. ആ പതിവെന്റെ മോൻ ഉപേക്ഷിക്കാൻ പാടില്ല. എല്ലാ വെള്ളിയാഴ്ചയും എന്റെ ചാരത്തു നിന്ന് ദുആയിരക്കുന്ന പതിവുണ്ടല്ലോ. ആ പതിവെന്റെ പൊന്നുമോൻ ഉപേക്ഷിക്കല്ല. ഉസ്മാൻ ഇബ്നു സൗദത്ത് തവാഫി എന്ന ആലിമായ ആബിദായ പണ്ഡിതനായ മനുഷ്യനോട് ആ ഉമ്മ ഈ ഉപദേശം നടത്തുകയാണ്.
ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മാനോട് മകൻ ചോദിക്കുകയാണ്, ഉമ്മ അങ്ങനെ പറയാൻ കാരണം എന്താണ്? മോനെ ഉസ്മാനെ, നീ എന്റെ ഖബറിന്റെ ചാരത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന നേരത്ത് മറ്റു ഖബറാളികൾ വിളിച്ചു പറയുകയാണ്, റാഹിബാ, നിന്റെ ആലിമായ സ്വാലിഹായ മകനിതാ വരുന്നുണ്ട് റാഹിബാ, നിന്റെ ആലിമായ സ്വാലിഹായ മകനിതാ വരുന്നുണ്ട് റാഹിബാ. എല്ലാ ഖബറാളികളും ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, എനിക്കെന്തൊരു സന്തോഷമാണെന്നറിയുമോ, എനിക്കെന്തൊരാനന്ദമാണെന്നറിയുമോ? കാരണം എന്റെ ഖബറിന്റെ ചാരത്ത് വന്നു നിന്നിട്ട് എന്റെ പൊന്നുമോൻ എനിക്ക് വേണ്ടി ദുആയിരുന്ന മറ്റു ഖബറാളികൾക്ക് കൂടി ഹദിയ ചെയ്തിട്ടാണ് മോൻ പോകുക. അപ്പോൾ ഈ മകന്റെ ആഗമനം, ഈ മകന്റെ വരവ് മറ്റുള്ള ഖബറാളികൾക്ക് കൂടി അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ ഖബറാളികളും വിളിച്ചു പറയുന്നു, റാഹിബാ, നിന്റെ സാലിഹായ മകനിതാ വരുന്നുണ്ട് റാഹിബാ. അതല്ലേ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമഅത്തിൻ ഗുഫിറ ലഹു വകുതിബ ബർറാ. ആരെങ്കിലും മരണപ്പെട്ടു പോയ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് എല്ലാ വെള്ളിയാഴ്ചയും പോയി സിയാറത്ത് ചെയ്ത് അവർക്ക് ദുആ ആ ഉമ്മായും ആ വാപ്പായും അല്ലാഹ് പുറത്തു കൊടുത്തവരാണ്. ആ ഉമ്മാനെയും ആ വാപ്പാനെയും അല്ലാഹു സുഹൃതവാന്മാരുടെ ലിസ്റ്റിലേക്ക്, നന്മ ചെയ്ത സാലിഹീങ്ങളുടെ ഫയലിലേക്ക് മാറ്റി എഴുതുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിർത്തുന്നുണ്ടോ? ഇല്ല. വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ കിലാഹുമാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما. എത്ര വളരെ ആക്കുറേറ്റായ പ്രയോഗമാണ്, എത്ര വളരെ ക്ലിയർഫുള്ളായ നിർദ്ദേശമാണ് മുഅ്മിനീങ്ങളെ. ഖുർആൻ നടത്തുന്നത് കണ്ടോ? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞ് ഖുർആൻ അവസാനിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ആ ഉമ്മായും വാപ്പായും പൊന്നുമോനെ, വാർദ്ധക്യ സഹജമായ രോഗം പിടിപെട്ട് നിന്റെ ചാരത്തേക്ക് വരുമ്പോ വെറുത്തൊരു വർത്തമാനം പോലും അവരോട് പറയാൻ പാടില്ല.